ആചാരലംഘനം നടത്തി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ. കൽപ്പാത്തി രഥോത്സവത്തിന് ചെരുപ്പിട്ട് രഥം വലിച്ച് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും കോൺഗ്രസ് നേതാക്കളും. ചെരുപ്പ് ധരിച്ച് രഥം വലിക്കരുതെന്ന് ഭക്തർ പറഞ്ഞിട്ടും നേതാക്കൾ ചെവിക്കൊണ്ടില്ല. ചെരുപ്പ് പോയി അതിന് ഭാഗ്യാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചെരുപ്പിട്ട് രഥം വലിക്കരുത് എന്ന് ഭക്തർ അവിടെ ആവശ്യപ്പെട്ടപ്പോഴും ധാർഷ്ട്യപരമായ ഒരു മറുപടിയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഭക്തജനങ്ങൾ അവിടെ പ്രതിഷേധിക്കുകയാണോ? മറ്റു വിശദാംശങ്ങൾ? ദേവിക, കൽപ്പാത്തിയിൽ ഇന്ന് രഥോത്സവത്തിന് രാവിലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു ആചാര ലംഘനമാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പാലക്കാട്ടെ എം പി ആയ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, പാലക്കാട് UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഇത്തരമൊരു ആചാര ലംഘനം കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നത്. ചെരുപ്പ് ഇട്ടുകൊണ്ട് രഥം വലിക്കുകയാണ് ഇവർ ചെയ്തത്. ഇന്ന് ഒന്നാം തേരുത്സവമാണ്. ഒന്നാം തേരുത്സവത്തിന് രാവിലെ 3 ദേവതകൾ, അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആദ്യം ഗണപതിയും പിന്നീട് വള്ളി ദേവയാന സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയും പിന്നെ മൂന്നാമത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും രഥത്തിൽ രഥാരോഹണം നടത്തുകയുണ്ടായി. ആ രഥാരോഹണം നടത്തിയ സമയത്ത് ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ രഥം വലിക്കുന്നതിനായിട്ടായിരുന്നു ഈ പാലക്കാട്ടെ എം പി ആയ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒക്കെ വന്നത്. അങ്ങനെ വന്ന സമയത്താണ് ഈ നേതാക്കൾ ചെരുപ്പിട്ടുകൊണ്ട് രഥം വലിച്ചത്. ആ സമയത്ത് തന്നെ വി കെ ശ്രീകണ്ഠനോട് ഉൾപ്പെടെ ഭക്തർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചു, ഈ ചെരുപ്പിട്ട് രഥം വലിക്കരുത്, വിശ്വാസപരമായി അത് ആചാര ലംഘനമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ എന്നിട്ടും അവർ അത് ചെവിക്കൊള്ളാതെ വീണ്ടും രഥം വലിക്കുന്നത് തുടർന്നു എന്നുള്ളതാണ്. ചെരുപ്പ് അവിടെ എവിടെയെങ്കിലും അഴിച്ചിട്ടിട്ട് വരൂ എന്ന് കൃത്യമായി അവർ പറയുന്നു. എന്നിട്ടും അത് കേൾക്കാതെ അവർ വീണ്ടും രഥം വലിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കൽപ്പാത്തി രഥോത്സവത്തിനെ സംബന്ധിച്ചിടത്തോളം രഥോത്സവത്തിൽ ഈ വടം തൊട്ട് തൊഴുതുന്നതും രഥത്തിനെ തൊട്ട് തൊഴുതുന്നതും അതുപോലെ തന്നെ രഥം വലിക്കുന്നതും ഒക്കെ വലിയ അനുഗ്രഹമായിട്ടും ഭാഗ്യമായിട്ടും ഒക്കെയാണ് വിശ്വാസികൾ കരുതുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഭാഗ്യ നിമിഷം, അനുഗ്രഹ നിമിഷം, ആ അനുഗ്രഹ നിമിഷത്തിലാണ് ഈ എം പിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ചെരുപ്പിട്ട് രഥം വലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ദുഃഖമുണ്ട്. ഇങ്ങനെ സ്ഥലത്തെ എം പിയും മറ്റും നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ ആചാര ലംഘനം നടത്തി എന്നുള്ള കാര്യത്തിൽ എന്നുള്ളതാണ് മിക്ക വിശ്വാസി സമൂഹത്തിലെ എല്ലാ ആളുകളും പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും കൽപ്പാത്തി രഥോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ സാധാരണഗതിയിൽ വലിയ തിരക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ആ തിരക്കിനിടയിൽ പലരും ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത അവർക്ക് അറിയായ്മ കൊണ്ട് ഈ ചെരുപ്പിട്ടോ മറ്റോ ഒക്കെ രഥം വലിക്കാൻ ആളുകൾ വരാറുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ വരുന്ന ആളുകളോട് കൃത്യമായിട്ട് തന്നെ ഗ്രാമജനത പറയാറുണ്ട്, ഇതിങ്ങനെ ചെരുപ്പിട്ടൊന്നും വലിക്കരുത്, ഇത് വിശ്വാസപരമായി ചെരുപ്പിട്ട് വലിക്കാൻ പാടില്ല എന്നൊക്കെയാണെന്നുള്ളത് കൃത്യമായി തന്നെ അവർ പറയാറുണ്ട്. അങ്ങനെയാണ് ഈ എം പിയോടും പറഞ്ഞത്, ചെരുപ്പിട്ട് വലിക്കരുത്, അങ്ങനെ രഥം വലിക്കുന്നത് വിശ്വാസപരമായി അത് ആചാര ലംഘനമാണ് എന്നുള്ളത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെയ്തത്. പക്ഷേ വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം ശ്രീകണ്ഠൻ ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും അറിയാത്ത വ്യക്തിയല്ല, കൽപ്പാത്തിയിൽ ആദ്യമായി എത്തുന്ന വ്യക്തിയല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ശ്രീകണ്ഠൻ തുടർച്ചയായി 2 തവണ പാലക്കാട് നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കൽപ്പാത്തി രഥോത്സവത്തിന് ഇതിനു മുൻപും നിരവധി തവണ വന്നിട്ടുള്ള വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ഒപ്പം ഉണ്ടായിരുന്ന നേതാക്കളുമാണ് ഇങ്ങനെ ചെരുപ്പിട്ട് രഥോത്സവത്തിന്റെ രഥം വലിച്ച് ആ ഒരു വിശ്വാസത്തെ അപമാനിക്കുന്ന തരത്തിലൊരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഇത്തരം ഒരു ആചാര ലംഘനം നടന്നത് എന്നുള്ളതാണ്. ഇവരാരും തന്നെ ഇങ്ങനെ നേതാക്കൾ ചെരുപ്പിട്ട്
ചെരുപ്പിട്ട് രഥം വലിക്കുമ്പോൾ അത് തെറ്റാണെന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തണമെന്ന് കൂടെ ഉണ്ടായിരുന്നവരും പറയുന്നില്ല. അതല്ലെങ്കിൽ ഈ MP ഉൾപ്പെടെയുള്ളവർ അതിന് തയ്യാറാവുന്നുമില്ല എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ ഒരു ഫോട്ടോഷൂട്ടിനായിട്ടാണോ രഥോത്സവ നഗരിയിലേക്ക് കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി വിശ്വാസികൾ ചോദിക്കുന്നത്. വോട്ട് നേടാൻ വേണ്ടി രഥോത്സവ നഗരിയിലേക്ക് ഈ ഒരു അഗ്രഹാര വീതികളിലേക്ക് എത്തുന്നു. അങ്ങനെ വോട്ട് നേടാൻ വേണ്ടി എത്തുമ്പോൾ അത് തങ്ങളുടെ വിശ്വാസങ്ങളെ ചവിട്ടി അരയ്ക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാവരുത്. അത് തീർത്തും അത് അപലപനീയമാണ് എന്നുള്ളൊരു വിമർശനമാണ് വിഷയത്തിൽ ഭക്തജന സമൂഹം ഒന്നടങ്കം പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും രഥോത്സവത്തിന്റെ ആദ്യ ദിനമാണെന്ന്. ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടെ വീണ്ടും രഥപ്രയാണം നടക്കും. അത് കഴിഞ്ഞാൽ നാളെയും ഒക്കെ രഥപ്രയാണം നടക്കും. മറ്റന്നാൾ 15-ാം തീയതി വൈകിട്ടാണ് വളരെ വിശ്വപ്രസിദ്ധമായ ആ ഒരു ദേവരഥ സംഗമം ഉൾപ്പെടെ കൽപ്പാത്തിയിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ കൽപ്പാത്തിയിൽ ഒന്നടങ്കം ആഘോഷത്തിന്റെ നാളുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നടങ്കം ഭക്തിസാന്ദ്രമായി വേദമന്ത്ര മുഖരിതമായ അഗ്രഹാര വീഥികളൊക്കെ ഇങ്ങനെ മാറുന്ന വേളയിലാണ് ആ ഒരു വിശ്വാസപരമായിട്ടുള്ള ആ ചടങ്ങിനെ അപമാനിക്കുന്ന തരത്തിൽ ഇങ്ങനെ നേതാക്കളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ചെരുപ്പിട്ടും മറ്റുമൊക്കെ രഥം വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ കൽപ്പാത്തി രഥോത്സവ ദിനത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വെക്കുകയും അതിനെതിരെ വലിയ വിമർശനം ഉയർന്നതാണ്. ജില്ലാ ഭരണകൂടമാണ് ഇങ്ങനെ രഥോത്സവ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ കാരണം എന്ന് വലിയ വിമർശനം ഉയർന്നിരുന്നു. പിന്നീട് അത് തിരുത്താൻ ജില്ലാ ഭരണകൂടമോ സംസ്ഥാന സർക്കാരോ ഈ തീയതി മാറ്റിവെക്കണമെന്ന് പറയാൻ പോലും തയ്യാറാവാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതൊക്കെ കൽപ്പാത്തിയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഗ്രഹാരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കിയ സംഭവമായിരുന്നു. പിന്നീട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ആ രഥോത്സവ ദിനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ തീയതി മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് തീയതി 20-ലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായത്. പക്ഷേ അത്തരം നടപടികൾ ഉണ്ടായിട്ടും ഇപ്പോൾ രഥോത്സവം വളരെ ഗംഗേമമായി ഇത്തവണ നടക്കുന്നു എന്നുള്ള വലിയ ആ ഒരു ആശ്വാസത്തിലും സന്തോഷത്തിലും ഒക്കെ ആയിരുന്നു ഗ്രാമജനത. ആ സന്തോഷം തന്നെയായിരുന്നു ഇന്ന് രാവിലെ കൽപ്പാത്തിയിൽ കാണാൻ കഴിഞ്ഞതും. അത്രയേറെ തിരക്കായിരുന്നു കൽപ്പാത്തിയിൽ ഇന്ന്. മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തിരക്കായിരുന്നു ഇന്ന് രഥോത്സവത്തിന്റെ 1-ാം തീയതി ദിവസം ഉണ്ടായത്. പക്ഷേ അത്തരത്തിൽ വളരെ ഗംഗേമമായി ആദ്യ ദിനത്തെ രഥോത്സവ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോഴാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ചെരുപ്പിട്ട് ആചാര ലംഘനവും മറ്റും നടത്തിക്കൊണ്ട് രഥോത്സവ നഗരിയിലേക്ക് ഈ കോൺഗ്രസ് നേതാക്കൾ എത്തിയത് എന്നുള്ളതാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ചെരുപ്പിട്ടുകൊണ്ട് രഥം വലിക്കുമ്പോൾ അവർക്ക് നേരെ എതിർവശത്ത് തന്നെ വടം പിടിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനും അതുപോലെ തന്നെ മുതിർന്ന BJP നേതാവായ കുമ്മനം രാജശേഖരനും പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എതിർവശത്തുണ്ടായിരുന്നു. പാലക്കാട് നഗരസഭ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ എതിർവശത്തുണ്ടായിരുന്നു. പക്ഷെ അവരാരും തന്നെ ചെരുപ്പ് ധരിച്ചുകൊണ്ടായിരുന്നില്ല രഥം വലിച്ചത്. അവരൊക്കെ ആ വിശ്വാസപരമായിട്ടുള്ള സമയത്ത് അതിനെ ആ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ആ രഥത്തിനെ തൊട്ടു തൊഴുതുകൊണ്ട് അവിടെ വളരെ ഭക്തിപൂർവ്വം നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. രഥോത്സവത്തിൽ ആ രഥപ്രയാണം അവസാനിച്ചിട്ടും അവിടെ ഏറെ നേരം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനൊക്കെ ഏറെ നേരം ആ രഥത്തെ വണങ്ങി അവിടെ വലിയ രീതിയിൽ കർപ്പൂരാരതിയൊക്കെ തൊഴുതും മറ്റുമൊക്കെ അവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. പക്ഷേ നേരെ എതിർവശത്ത് വിശ്വാസികൾ കൃത്യമായി തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അത് തിരുത്താതെ വളരെ ധാർഷ്ട്യത്തോടെ ഈ നേതാക്കൾ ആചാര ലംഘനം തുടർന്നു എന്നുള്ളതാണ്. അതിനെ തന്നെയാണ് വലിയ വിമർശനമായിട്ട് ഭക്തജന സമൂഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇത് യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കൽപ്പാത്തിയിലെ ജനത ഒന്നടങ്കം പറയുന്നത്. വിശ്വാസത്തെ ഇങ്ങനെ ചവിട്ടിമരിക്കുന്ന അല്ലെങ്കിൽ ഈ ആചാര ലംഘനം നടത്തുന്ന നേതാക്കളുടെ ഈ ധാർഷ്ട്യം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് എന്നുള്ളതാണ് കൽപ്പാത്തിയിലെ ജനത പ്രധാനമായിട്ടും പറയുന്നത്. അത് തന്നെയാണ് അരുൺ. വിശ്വാസങ്ങൾ സംരക്ഷിക്കേണ്ട ജനപ്രതിനിധികൾ തന്നെ അത് ലംഘിക്കുമ്പോൾ അത് ഗുരുതരമായ പിഴവായി തന്നെ കാണേണ്ടതുണ്ട്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.